നല്ല ബുദ്ധിയുണ്ട് പക്ഷെ വായിക്കാൻ അറിയില്ല. ഉത്തരമൊക്കെ അറിയാം പക്ഷെ എഴുതാനും അറിയില്ല. കണക്കെന്ന് കേൾക്കുമ്പോഴേക്കും ഓടും. ഇതൊക്കെ പൊതുവെ പഠന വൈകല്യമുള്ള കുട്ടികളെ കുറിച്ച് കേൾക്കാറുള്ള ഒരു പരാതിയാണ്. സാധാരണ രീതിയിൽ രക്ഷിതാക്കൾ പറയാ എഴുതാൻ മടിയാണ്, വായിക്കാൻ മടിയാണ് എന്നൊക്കെ ഉള്ളതാണ് പറയാറ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് മടിയല്ല. നമ്മളിപ്പോ സ്വിച്ച് ഇട്ടു, സ്വാഭാവികമായിട്ടും ലൈറ്റ് കത്തും. പക്ഷെ വയറിങ്ങിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടാലും ഇവിടെ ലൈറ്റ് കത്തണം എന്നില്ല. അതായത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ കുഞ്ഞിന്റെ തലച്ചോറിൽ അത് കയറണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ആ ഒരു വയറിംഗ് ഡിഫിക്കൽട്ടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതായത് തലച്ചോറുമായി ബന്ധപ്പെട്ട് പഠനത്തിന്റെ ഏരിയയിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇതൊരു ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ഇതിന് കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ നമുക്കത് പരിഹരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടോ ഫോഴ്സ് ചെയ്തുകൊണ്ടോ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇത് പല രീതിയിൽ കാണാം. അപ്പം എഴുത്തിനെ ബാധിക്കുന്ന ഡിസ്ഗ്രാഫിയ, വായനയെ ബാധിക്കുന്ന ഡിസ്ലെക്സിയ, കണക്കിനെ ബാധിക്കുന്ന ഡിസ്കാൽക്കുലിയ എന്നിങ്ങനെ പല പേരുകളിൽ ഇതുണ്ട്. ചിലപ്പോൾ ഇത് ഒറ്റയ്ക്കോ, അതായത് എഴുതാനുള്ള ബുദ്ധിമുട്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെ ഇത് കാണാറുണ്ട്.